അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള ഉസ്താദുമാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, മക്കയിലെ പ്രമുഖ ചന്തയായ ഉക്കാല ചന്തയാണ് രംഗം. എങ്ങും ശബ്ദകോലാഹലങ്ങൾ. വിവിധ ദേശങ്ങളിൽ നിന്നും കാഫിലകൾ വ്യാപാരത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ തരം വസ്തുക്കൾ വിൽപ്പനക്ക് നിരത്തി വെച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് അടിമക്കച്ചവടം തകൃതിയായി നടക്കുന്നു. അടിമക്കച്ചവടം എങ്ങും സാധാരണമാണ്. ആവശ്യക്കാർ തനിക്ക് ഇഷ്ടമുള്ള അടിമകളെ വില കൊടുത്തു വാങ്ങിക്കും. അവരെ കൊണ്ട് കഠിന ജോലികൾ ചെയ്യിപ്പിക്കാം. പട്ടിണിക്കിടുകയോ അടിക്കുകയോ കൊല്ലുകയോ എന്തുമാവാം. ആരും ചോദ്യം ചെയ്യില്ല. 400 ദിർഹം, 400 ദിർഹം. അടിമക്കച്ചവടക്കാരനുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 8 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു ബാലനെയാണ് അയാൾ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത്. 400 ദിർഹമിന് ആ കൊച്ചു കുഞ്ഞ് വിൽക്കപ്പെട്ടിരിക്കുന്നു. മക്കയിലെ സമ്പന്ന റാണിയായ ഖദീജയ്ക്ക് വേണ്ടി തൻ്റെ സഹോദര പുത്രനാണ് കുട്ടിയെ വാങ്ങിയത്. സെയ്ദ്, അതായിരുന്നു അവൻ്റെ പേര്. സെയ്ദും തൻ്റെ മാതാവും ബന്ധുവീടുകളിലേക്ക് പോകവേ വഴിയിൽ വെച്ച് അവരെ ബനു കൈൻ ഗോത്രക്കാർ കണ്ടുമുട്ടി. അക്രമകാരികളായ അവർ സെയ്ദിന്റെ മാതാവിന്റെ കയ്യിൽ നിന്നും അവനെ തട്ടിയെടുത്ത് ഉക്കാലയിലെ അടിമക്കമ്പോളത്തിൽ കൊണ്ട് വിൽക്കുകയായിരുന്നു. ഇതിനിടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്തു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ അടിമ ബാലനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. അതോടുകൂടി സെയ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായി തീർന്നു. കാലം കടന്നുപോയി. ഒരു ഹജ്ജ് വേള ബനു കുലൈബ് ഗോത്രത്തിലുള്ള സംഘം സെയ്ദിനെ കണ്ടുമുട്ടുകയും തങ്ങളുടെ കൂട്ടുകാരൻ ഹാരിസിന്റെ പുത്രനാണെന്ന് തിരിച്ചറിയുകയും നാട്ടിൽ വിവരം അറിയിക്കുകയും ചെയ്തു. വാർത്ത എങ്ങും പരന്നു. സെയ്ദിന്റെ കുടുംബം ആഹ്ലാദത്തിൽ ആറാടി. എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് കരുതിയ തങ്ങളുടെ പൊന്നുമോനെ തിരിച്ചു കിട്ടാൻ പോകുന്നു. അധികം താമസിച്ചില്ല. സെയ്ദിന്റെ പിതാവ് തന്റെ സഹോദരനെയും കൂട്ടി ഉടൻ മക്കയിലെത്തി. എവിടെയാണ് മുഹമ്മദ്? അയാൾ ആളുകളോട് അന്വേഷിച്ചു. ആര്? അല്ലമീനോ? പള്ളിയിൽ കാണാം. അവർ മറുപടി പറഞ്ഞു. ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് വിശുദ്ധ ഹറമിലെത്തി. ഓ മക്കയുടെ നേതാവിൻ്റെ മകനെ, എന്നോട് കരുണ കാണിക്കണം. ഞാൻ എൻ്റെ മകൻ്റെ കാര്യം ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അവനെ എനിക്ക് വിട്ടുതരണം. ദയവ് ചെയ്ത് അതിന് നിങ്ങൾ വിലക്ക് കൽപ്പിക്കരുത്. തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ അവനെ ഞാൻ തിരിച്ചെത്തിച്ചോളാം. ആരെക്കുറിച്ചാണ് താങ്കൾ ഈ പറയുന്നത്? അവിടുന്ന് ചോദിച്ചു. അങ്ങയുടെ അടിമ ബാലൻ സെയ്ദ് ബിൻ ഹാരിസിനെ കുറിച്ചാണ്. അവർ പറഞ്ഞു. സെയ്ദിനെ ഹാജരാക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സെയ്ദ് നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനോട് ചോദിച്ചു, മകനെ, നീ ഇവരെ അറിയുമോ? അറിയും, ഇതെന്റെ പിതാവും ഇവർ പിതൃവ്യ സഹോദരനുമാണ്. സെയ്ദ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനോട് പറഞ്ഞു, മകനെ, തീർച്ചയായും നീ എന്നെക്കുറിച്ച് അറിവുള്ളവനാണ്. എൻ്റെ സഹവാസത്തെക്കുറിച്ച് നിശ്ചയമായും നിനക്ക് അറിവുണ്ട്. ഇവരെക്കുറിച്ച് നിനക്കറിയാം. ഇവർ നിന്റെ പിതാവും പിതൃവ്യ സഹോദരനുമാണ്. അതുകൊണ്ട് നീ തന്നെ സ്വയം തിരഞ്ഞെടുക്കുക. നീ നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിനക്ക് മടങ്ങാം. എൻ്റെ കൂടെ കഴിയാനാണ് ഇഷ്ടമെങ്കിൽ എൻ്റെ കൂടെ കഴിയുകയും ചെയ്യാം. എന്തൊരു നീതിപൂർണമായ തീരുമാനം! ആളുകൾ ആകാംക്ഷഭരിതരായി. ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് സെയ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ അങ്ങേയല്ലാതെ മറ്റാരെയും തിരഞ്ഞെടുക്കുകയില്ല. അങ്ങയെ ഉപേക്ഷിച്ച് എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. സെയ്ദിന്റെ പിതാവിന് നിയന്ത്രിക്കുവാനായില്ല. സെയ്ദേ, നിനക്ക് നാശം! സ്വാതന്ത്ര്യത്തെക്കാൾ നീ അടിമത്തത്തെയാണ് ആഗ്രഹിക്കുന്നത്. നീ നിന്റെ കുടുംബത്തിലേക്കും മാതാപിതാക്കളിലേക്കും മടങ്ങാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവിടുത്തെ അല്ലാതെ മറ്റാരെയും തിരഞ്ഞെടുക്കുകയില്ല. സെയ്ദ് വീണ്ടും പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പൊന്നുമോനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ കൂടി നിന്നവരോട് പ്രഖ്യാപിച്ചു, ജനങ്ങളെ, നിങ്ങൾ സാക്ഷികളാവുക. തീർച്ചയായും സെയ്ദ് എൻ്റെ പുത്രനാണ്. ഞാൻ അവനും അവനെ എനിക്കും അവകാശപ്പെട്ടിരിക്കുന്നു. സെയ്ദിന്റെ പിതാവിന്റെ മുഖത്ത് സന്തോഷത്തിന്റെ പൂക്കൾ വിരിഞ്ഞു. ആഹ്ലാദത്തോടെ, അതിലേറെ ആത്മസംതൃപ്തിയോടുകൂടി അവർ തിരിച്ചുപോയി. ഓ കൂട്ടുകാരെ, അടിമയായ ഒരു കൊച്ചു ബാലിനെ പോലും സ്നേഹം കൊണ്ട് നിർമ്മിച്ച മതിൽക്കെട്ടിനുള്ളിൽ അവിടത്തേക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.